എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് വലിയ മൂവ്മെന്റ് ഇല്ല. ഇന്ന് സൈഡ് വൈസ് മൂവ്മെന്റ് ആയിരുന്നു. CPR താഴെ ഓപ്പൺ വന്നു, അതിനുശേഷം ഒരു ലോ അടിച്ചു, അതിനുശേഷം പോയിട്ട് CPR ഹയർ ലെവൽ ജസ്റ്റ് ഒന്ന് അടിച്ചു, അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ് ഡൗൺ ആയിരുന്നു. അതിനുശേഷം ലാസ്റ്റിലൊരു ചെറിയ കവറിങ് പോലെ വന്നു. പക്ഷെങ്കിൽ ഒരു ഹെവി മൂവ്മെന്റ് ഒന്നും നിഫ്റ്റി തന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ആയിരുന്നു വീക്ക് ആയിരുന്നു കൂടുതലും. ബാങ്ക് നിഫ്റ്റി ഓപ്പണിങ്ങിൽ സെൻട്രൽ CPR റെസിസ്റ്റൻസ് ആയിരുന്നു, നല്ല റെസിസ്റ്റൻസ്. അത് 2 പ്രാവശ്യം അവിടെ ഏകദേശം അടുത്ത് വന്നിട്ട് വൺ സൈഡ് ഇറങ്ങി S2 വരെ പോയി. S2 വരെ പോയിട്ട് ലാസ്റ്റ് ടൈമിൽ കുറച്ച് കവറിങ് വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ എൻ്റെ ഒരു കാൽക്കുലേഷന് നിഫ്റ്റി ആണെങ്കിൽ ഒരു 24,500 കൺസോളിഡേറ്റ് ചെയ്യാനുള്ളൊരു 24,500 25,000 റേഞ്ചിൽ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുമോ, അതല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ബാഡ് ന്യൂസിൽ ഇറങ്ങി വരുമോ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കൺസോളിഡേറ്റ് ചെയ്താൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഒരു 25,200 വരെ മാക്സിമം പോകാൻ ചാൻസ് ഉള്ളൂ ഇപ്പോഴത്തെ കണ്ടീഷൻ. പിന്നെ മാർക്കറ്റിൽ ഹെവി മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ലെവലൊക്കെ മാറും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ 25,200 പറഞ്ഞെന്നും പറഞ്ഞ് അത് പിന്നെ വെച്ചോണ്ട് ഒത്തിരി നാൾ വെച്ചോണ്ടിരിക്കരുത്. അത് ആ ഷെയറിനകത്ത് പിന്നെ ഇൻഡെക്സിന്റെ മൂവ്മെന്റ്, പെട്ടെന്നുള്ള മൂവ്മെന്റും ഓരോ ദിവസം കഴിയുന്നവർ മൂവ്മെന്റ് അനുസരിച്ച് അതിന്റെ ലെവലുകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാക്സിമം പോകാൻ ചാൻസ് ഉള്ളത് 25,200 റേഞ്ച് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിക്കകത്തും ഹൈ അടിക്കുന്നില്ല. ഓൾ ടൈം ഹൈയുടെ അടുത്ത് വരെ വന്നിട്ടാണ് ഈ കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുന്നിൽ തിരിച്ചിറങ്ങിയത്. വോൾട്ടാലിറ്റി ഇൻഡെക്സ് ഇന്ത്യ വിക്സ് വന്നിട്ട് 17 ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വലിയ പരിക്കില്ലാത്ത രീതിയിൽ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. എന്തായാലും സൈഡ് വേസ് മൂവ്മെന്റ് ആയിരിക്കാം നാളെ. സൈഡ് വേസ് മൂവ്മെന്റോ അതല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലോട്ട് പോകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ നമ്മൾ CPR ചാർട്ടിൽ എടുത്തിരുന്ന ഷെയറുകളാണ് ഇതൊക്കെ. ഇതിനകത്ത് ഒത്തിരി ഷെയറിനകത്ത് നമുക്ക് നല്ല ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് ഈ നെൽകാസ്റ്റ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, ഇറങ്ങി. R1 എത്ര 105 ആ റേഞ്ചിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ 104.80 എടുത്താൽ നമുക്ക് 101 ഏകദേശം ഒരു 3 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നത്. അതിനുശേഷം പോയി ഈ ഹൈ അടിച്ചു, ഹൈ ഇവിടെ അടിച്ചു. അന്നപ്പോൾ നമ്മൾ നോക്കേണ്ട അടുത്ത ലെവലിൽ പോകുന്നുണ്ടോ നോക്കുക. അതല്ല തിരിച്ച് വീണ്ടും താഴോട്ട് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. ഇത് അടുത്ത ലെവലിൽ പോയി ഒരു ഹൈ അടിച്ചതിന് ശേഷം തന്നെ ഇവിടെ 109.40 എന്നുള്ള ഒരു R2 ലെവൽ കട്ട് ചെയ്താണ്. അപ്പോൾ ഇവിടെ 109 നമുക്ക് 103 വരെ 6 രൂപ നല്ലൊരു പ്രോഫിറ്റ് ആ ഷെയർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ത്യ ഗ്ലൈക്കോൾ ആണെങ്കിൽ ഇവിടെ R1 റേഞ്ച് എന്ന 1675 റേഞ്ച് എന്ന 1650 25 രൂപയ്ക്ക് അടുത്ത് അതിനകത്ത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെയും ചെറിയ രീതിയിൽ നമുക്ക് ചാൻസ് തരുന്നുണ്ട്. ഇവിടെ 1711 എന്ന 1693 വീണ്ടും കറക്റ്റ് ഹൈ വന്നിട്ട് വീണ്ടും അത് അവിടുന്ന് 1710 എന്ന 1692 2 പ്രാവശ്യം ഇവിടെ 3 പ്രാവശ്യം നല്ല ചാൻസ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇൻസ്പിരിസിസ് എന്ന് പറയുന്ന ഈ ഷെയർ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 അടിച്ചു, R2 അടിച്ചു, ഒരു പുതിയ ഹൈ വന്നു, ഇവിടെ ഇറങ്ങി 118 എന്നത് പതുക്കെ ഇറങ്ങി. പിന്നെ ഒരു പ്രാവശ്യം പോലെ കയറിയിട്ടില്ല. ലാസ്റ്റിൽ അത് 112 വരെ വന്നു, 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതും കൊടുത്തു. ഗബ്രിയാൽ എന്ന് പറയുന്ന ഷെയർ ഇത് പ്രീവിയസ് ഡേ ഹൈ R1, അതിൻ്റെ മുകളിൽ ഓപ്പണായി താഴെ ജസ്റ്റ് ഒന്ന് വന്നു കയറി. ഇവിടെ നിന്നൊരു കട്ടിങ് തരുന്നുണ്ട്. 640 എന്ന് 633 വരെ തരുന്നുണ്ട്, 7 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. വീണ്ടും സെയിം ഹൈ അടിച്ചിട്ട് തിരിച്ച് വീണ്ടും ഇവിടെ ഇറങ്ങി. അപ്പോൾ നമ്മൾ വീണ്ടും എൻട്രി എടുത്ത് 640 നമുക്ക് 600 ചെറിയൊരു പ്രോഫിറ്റ് തരുന്നുള്ളൂ. അതിനുശേഷം ഇത് വീണ്ടും ഹൈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന അടുത്ത ലെവലിൽ പോയി നോക്കുക. അത് കറക്റ്റ് അടുത്ത ലെവലിൽ പോയി ഇവിടുന്ന് 648 എന്നത് 641. അതിനുശേഷം വീണ്ടും ഹൈ അടിച്ചു, രണ്ടാം പ്രാവശ്യം ഈ ലെവലിൻ്റെ മുകളിലോട്ട് അടിച്ചു, തിരിച്ചിറങ്ങി. അപ്പോൾ നമുക്ക് നല്ലൊരു ഫോൾ പ്രതീക്ഷിക്കാം അവിടുന്ന്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അത് 648 എന്ന് 35 വരെ വന്നു, 13 രൂപ 14 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം BSC എന്ന് പറയുന്ന ഷെയർ, BSC ഓപ്പണിംഗ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്നു. R1 പോയില്ല,
പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വരുമ്പോൾ നമ്മളിവിടെ 7344 അല്ലെ 40 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ നമുക്ക് 7251 90 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. കൊറമാൻഡൽ എന്ന് പറയുന്ന ഷെയർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ 2455 റേഞ്ചാണ് അതിൻ്റെ ഒരു ആവറേജ്. ആ ലെവലിൽ വന്നിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞത് ഏകദേശം 52-നടുത്ത് വന്നിട്ട് കണ്ടിന്യൂസ് 100 രൂപയ്ക്ക് അടുത്ത് ഇറങ്ങി തന്നു. ബാക്കിയുള്ള ഷെയറിനകത്തും ചാൻസുകൾ നല്ലതായിട്ട് തന്ന ഷെയറുകളുണ്ട്. ഈ വീഡിയോയിലൊക്കെ നല്ല ചാൻസ് തന്ന ഷെയറാണ്. ബി ഡി എൽ പ്രെഡിക്റ്റീവ് ചാനൽ വെച്ചിട്ടാണ് തോന്നുന്നു നല്ലതായിട്ട് തന്നത്. CPRൻ്റെ ലെവലിൽ ചെറിയ എൻട്രി ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം വേറൊരാൾ ഇപ്പം എൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ പോലും ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് ഏത് ഷെയറാ, പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ഗ്രൂപ്പിലും അല്ലാതെയും ചോദിക്കുന്നുണ്ട് ഏത് ഷെയറായി ഉള്ളത്. ഞാൻ ഓൾറെഡി ഇത്രയും ഷെയറാണ്, ഇതിനകത്തുനിന്ന് എങ്ങനെയാലും ഒരു 6 ഷെയർ ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ജസ്റ്റ് അത് ഇതുപോലെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ സോർട്ട് ചെയ്യുമ്പോൾ ടോപ്പ് കാണുന്ന ഷെയർസിൻ്റെ ലെവലുകൾ നോക്കി അതിനകത്തുനിന്ന് ഈസി ആയിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. പിന്നെ ലൈവ് മാർക്കറ്റിലെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാനുള്ള ഒരു പ്രാക്ടീസ് വേണം. അത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ അത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഈ പറയുന്ന ഷെയർസിനകത്ത് ഏതെങ്കിലും ഷെയറുകൾ നല്ല ചാൻസ് തോന്നുകയാണെങ്കിൽ ഞാൻ എടുത്തു പറയാറുണ്ട്. ചാൻസ് ഞാൻ പറഞ്ഞ റേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാവുന്ന അങ്ങനെ വന്ന ഷെയറുകളൊക്കെയാണ് ഈ കൊറമാൻഡിലും. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ വീഡിയോ ശ്രദ്ധിക്കുക, വീഡിയോയിൽ വരുന്ന ഷെയറുകൾ ശ്രദ്ധിക്കുക. അതിനകത്ത് നിങ്ങൾക്കും കുറേ ദിവസം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഞാൻ തരുന്ന ഈ ഷെയർസിനകത്തെ മൂവ്മെൻറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഏതൊക്കെ ഷെയറിനകത്ത് നല്ല ചാൻസ് കിട്ടുമെന്ന്. അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്യുക, സ്ട്രാറ്റജി പഠിക്കുക, നിങ്ങൾ തന്നെ ചെയ്യുക. ഞാൻ ഷെയറുകൾ ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയർ എടുത്തിടുന്നുണ്ട്. അപ്പോൾ ആ ഷെയറുകൾ നിങ്ങൾ നോക്കി പഠിക്കുക. നാളത്തേനുള്ള ഷെയറുകളാണ് ഈ തന്നേക്കുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം തൊട്ട് ഇന്നും അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഷെയറുകൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഈ DYCയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് 2 ദിവസമായിട്ട് നല്ല മൂവ്മെൻറ്റ് തന്ന ഷെയറാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്ന ഓപ്പണിങ്ങിൽ ഇത് 900 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇപ്പോൾ 905 906 വന്നിട്ട് 900 താഴെ ഇറങ്ങും. അവിടെ വേണമെങ്കിൽ നമുക്ക് ലെവലുകളൊന്നും നോക്കാതെ അവിടെ എൻട്രി എടുക്കാൻ പറ്റും. അതല്ല പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുന്നതാണ്ട് എൻട്രി എടുക്കാം. അതല്ല R1 R2 റേഞ്ചിൽ നിന്ന് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. GRSC നല്ല റിസൾട്ടായിരുന്നു, നല്ല ഹെവി മൂവ്മെൻറ്റ് തന്നിട്ട് കുറച്ചിറങ്ങിയിട്ടുണ്ട്. നാളെ വീണ്ടും കുറച്ച് അപ്പ് ട്രെൻഡ് ഈ ഹൈ അടിക്കാനാണ് ചാൻസ്. ഹൈയും R1 ഏകദേശം അടുത്താണ്. ഈ 2 റേഞ്ചിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ബ്രിഡ്ജ് കോർപ്പറേഷൻ ശ്രദ്ധിക്കുക. പ്രീവിയസ് ഡേ ഹൈ R1 റേഞ്ചിൽ നിന്ന് ചാൻസ് വരാൻ സാധ്യതയുണ്ട്. നല്ല റാലിസ് അതിനകത്തും ഹൈ R1 റേഞ്ചാണ് നല്ല ശ്രദ്ധിക്കേണ്ട ലെവല്. HBL എഞ്ചിൻ ഇത് ഓപ്പണിങ്ങിൽ ഈ റേഞ്ച് കിട്ടുവാണെങ്കിൽ നല്ലൊരു ഇറക്കം ഇറങ്ങും. ഈ ഷെയറിനകത്തല്ല ഓപ്പണിങ്ങിൽ കിട്ടാതെ പതുക്കെ ഒരു ഇന്നത്തെ ക്ലോസിങ്ങിന് അവിടെ തന്നെ ഓപ്പൺ ആയിട്ട് പിന്നെ പതുക്കെ കയറുന്നെങ്കിൽ പിന്നെ സൂക്ഷിച്ച ഷെയറിനകത്ത് ട്രേഡ് എടുക്കാവും. HBL എഞ്ചിൻ എനിക്ക് തോന്നുന്നു R1 മുകളിൽ പോയിട്ട് ഇറങ്ങുമ്പം ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ലൊരു സാധ്യതയുണ്ട്. ഓം ഇൻഫ്ര എന്ന് പറയുന്ന ഷെയർ അതും R1 റേഞ്ചിൽ നിന്നാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. പിന്നെ അല്ലേ ഈ ഹൈയുടെ മുകളിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ചാൻസ് എടുക്കാം, കുഴപ്പമില്ല. കൊച്ചിൻ ഷിപ്പയുടെ നാളെ റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ പറയുന്നത് കേട്ടു. ഞാൻ നോക്കിയിട്ടില്ല. റിസൾട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. തിത്താഗ്ര അതും ഈ R1 ലെവല് ഒക്കെ നോക്കുക. നാളെ നല്ല മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും. മനോരമ എന്ന് പറയുന്ന ഈ ഷെയർ ഇതും റിസൾട്ട് ബേസ്ഡ് മൂവ്മെൻ്റ് ആണ്. ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാം. പക്ഷേ ഇതിനകത്ത് ഓപ്പണിങ്ങിൽ വോളിയം അധികം കാണത്തില്ല, അത് ശ്രദ്ധിക്കണം. ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുന്ന ഒരു ലെവൽ കിട്ടുവാണെങ്കിൽ. ഈ ഇൻ്റലക്ട് ഡിസൈൻ എന്ന് പറയുന്ന ഷെയർ 1008 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ടെക്നോ ഇലക്ട്രിക്കും R1 റേഞ്ച് അല്ലെ 1200 മുകളിൽ പോയിട്ട് 1198 കെട്ടുകയാണെങ്കിൽ നോക്കുക. ഹെഗ് ഈ ലെവൽ R1 ലെവല് R2 ലെവൽ ഈ 2 ലെവലിൽ ഏതെങ്കിലും ലെവലിൽ നിന്ന് ചാൻസ് തരാൻ സാധ്യതയുണ്ട്. നല്ല ഇന്ത്യ ഗ്ലൈക്കോള്
ഹെവി മൂവ്മെന്റ് ഇല്ല. അപ്പോൾ ഈ R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടിയാൽ ചിലപ്പോൾ 10 രൂപ 25 രൂപ കിട്ടുമായിരിക്കും. BL R1 റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടുമെന്ന് നോക്കുക. BDLും ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പം ഒരിറക്കം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഷെയറിനകത്തൊക്കെ ലെവലുകൾ. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷൻ ഈ ലെവൽ പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെ നാളെ ഹെവി മൂവ്മെന്റ് ഒക്കെ വരാം പല ഷെയറിനകത്ത്. ആ ഹെവി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഷെയർ പെട്ടെന്ന് മൂവ്മെന്റ് 10 രൂപ കൂടെ 20 രൂപ കൂടെ 20 രൂപ ഇറങ്ങും. അങ്ങനെ മൂവ്മെന്റ് ഒരു ഷെയറിനകത്ത് നമ്മൾ വെയിറ്റ് ചെയ്തേ ചെയ്യുക. അല്ല ചെയ്താലേ പറ്റത്തുള്ളെങ്കിൽ അതിനകത്ത് പോയി ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുക. പിന്നെ അതിൻ്റെ ഒരു മൂവ്മെന്റ് ഒന്ന് ശമിച്ചിട്ട് വേണം നമ്മൾ അപ്പ് ട്രെൻഡിലൊരു മൂവ്മെന്റ് ശമിച്ചിട്ട് വേണം നമ്മളതിനകത്ത് ട്രേഡ് എടുക്കാൻ. ഇന്ന് പല ഷെയർ 1-2 ഷെയർസിനകത്ത് എനിക്ക് നല്ല രീതിയിൽ എന്താ പറയുന്നത് ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിലുള്ള മൂവ്മെന്റ് കിട്ടി. പക്ഷേ ഞാൻ അതിനകത്തൊന്ന് വെളി വന്നു, വലിയ കുഴപ്പമില്ലാത്ത രീതി വെളി വന്നു. അതിനകത്ത് ഏതൊരു ഷെയർ ഒരു ഷെയർ ഏതായിരുന്നു, DYCL. DYCL ഇവിടെ ഞാൻ ബുക്ക് ചെയ്ത പ്രോഫിറ്റ് ഇവിടെ കണ്ടു. പക്ഷേ ഇതെനിക്ക് ആദ്യം പ്രോഫിറ്റ് വന്നു, പിന്നെ അത് പോയി മൈനസിൽ പോയി. അതിനുശേഷം വീണ്ടും ഞാൻ കവർ ചെയ്തെടുത്താണ്. അതിനകത്ത് ഇപ്പം ഞാൻ എൻട്രി കാണിച്ചു തരാം. നമ്മളതിനകത്ത് പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതുണ്ടല്ലേ 801 അടിച്ചു, 817 18, 801 25 അടിച്ചു, 817 25 അടിച്ചു, 818 50 അടിച്ചു. ഈ ഇത്രയും സാധനം 813 ആവറേജ് ചെയ്യുന്ന ഞാൻ 790 91 റേഞ്ചിൽ കവർ ചെയ്തു. അതിനുശേഷം ഞാൻ 807 100 അടിച്ചു. ഇത് 100 ഷെയർ ഈ റേഞ്ചിൽ പോയി. അതിനുശേഷം 819 ഇത് ചെയ്തു. ഇത് രണ്ടും കൂടെ പോയി വേണ്ട സ്റ്റോപ്പ് ലോസ് അടിച്ചാണ്ടില്ലേ, 827 മുകളിൽ പോയി സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ ഇവിടെ കിട്ടിയ 2000 രൂപ പോയി. പക്ഷേങ്കിൽ അതിനകത്ത് ചാൻസ് കിട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ടാണ് അതിനകത്ത് ചെയ്യുന്നത്. പിന്നീട് ഞാൻ അതിനകത്ത് 500 ഷെയർ 825 അടിച്ചു. 825 അടിച്ചിട്ട് 300 ഷെയർ 820, 100 ഷെയർ വീണ്ടും 20. അതിനുശേഷം അത് വീണ്ടും 400 ഷെയർ ഞാനിവിടെ കട്ട് ചെയ്തു. അതിനുശേഷം 100 ഷെയർ ബാലൻസ് ഇരിപ്പുണ്ട്. അതിനുശേഷം അത് കണ്ടില്ലേ 832 70 വരെ പോയി. അന്നേരം അവിടെ ഞാനൊരു 100 ഷെയർ കൂടെ കൊടുത്തു. അപ്പോൾ 200 ഷെയറായി. ഈ 832 ഞാൻ 825 24 കവർ ചെയ്തു. ഇത് 100 കാണിക്കും. ഇത് ഓരോ ക്വാണ്ടിറ്റി പല ക്വാണ്ടിറ്റിയിലാണ് പോകുന്നത്. അതിനുശേഷം ആ ഷെയർ ഇവിടെ പോയെന്ന് നോക്കി 100 ഞാൻ കട്ട് ചെയ്തുള്ളൂ. അതിനുശേഷം 100 ഷെയർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ ഷെയർ 860 വരെ പോയി, 62 വരെ പോയി, 67 വരെ കണ്ടു പോയി. അപ്പോൾ ഞാനിവിടെ 50 ഷെയർ 860 80 കൊടുത്തു. 862 80 ഒരു 50 ഷെയർ കൊടുത്തു. ഈ 862 80 ഞാൻ പേടിച്ചിട്ട് 860 കട്ട് ചെയ്തു. മറ്റേ 50 47 കട്ട് ചെയ്തു. അങ്ങനെയാണ് ഇതിനകത്ത് നല്ല ട്രേഡ് എടുത്തത്. പക്ഷേങ്കിൽ ലാസ്റ്റ് നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ കണ്ട് 2103 അത് ആ സ്ക്രിപ്റ്റിൽ കാണാൻ പറ്റും. DYCL ഇവിടെ 2103 ഉണ്ട്. അതെല്ലാം മൊത്തത്തിൽ നോക്കിയെന്ന് പറഞ്ഞാലും ഇവിടെ ഞാൻ കാണിക്കും ഗെറ്റ് പോസ്റ്റ് നോർമൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചതാ. ഇത് കണ്ടില്ലേ, മൊത്തം എനിക്ക് 7500 പ്രോഫിറ്റ് ഉണ്ട്. ഈ 2 ഷെയറിനകത്ത് ലോസ് എടുത്തു. DYCLനകത്ത് 1000 ഷെയർ ട്രേഡ് എടുക്കേണ്ടി വന്നു. പക്ഷേ എങ്കിൽ പ്രോഫിറ്റ് കൊണ്ടുവന്നു. കൊച്ചിൻ ഷിപ്പ് യാർഡിലും കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് കിട്ടി. ബാക്കി ഇത് ഇവിടെ നോക്കിയാലും ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ബാക്കിയൊക്കെ ചെയ്തേക്കുന്നത്. ഈ പെട്ടുപോകുമ്പോഴാണ് അതിനകത്ത് പിന്നെ നോക്കിയിരുന്ന് ട്രേഡ് എടുക്കുമ്പോഴാണ് ക്വാണ്ടിറ്റി കൂടുന്നത്. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്നവർക്കൊന്നും അത്ര ഈസി അല്ല. അത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.